ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വഴിതിരിച്ചുവിടൽ തന്ത്രങ്ങളൊന്നും ഇനി ഇവിടെ ഏൽക്കില്ല. ഡൽഹിയെ വിറപ്പിച്ച ചരിത്രപരമായ CJP സമരത്തിൽ കോൺഗ്രസ് തങ്ങളുടേതായ വഴി വെട്ടിത്തെളിച്ചുകൊണ്ടാണ് പങ്കുചേർന്നത്. ആദ്യമൊക്കെ CJP സമരത്തെ അഭിസംബോധന ചെയ്യാതെ വിദേശത്ത് സുഖവാസത്തിന് പോയ പ്രതിപക്ഷ നേതാവായ രാഹുലിനെ എന്തിനു കൊള്ളാമെന്നുവരെ പലരെയും ചൊടിപ്പിച്ച ചോദ്യങ്ങളായി. പക്ഷേ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആവരും എന്ന് പറയുന്നത് പോലെ അപ്രതീക്ഷിതമായി ഖാർഗെയുടെ പിറന്നാൾ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സമരം നയിച്ച രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് മോദിയുടെ ഇന്ത്യയിൽ വേറിട്ടൊരു ചരിത്രം തന്നെയായി മാറി. കഴിഞ്ഞ തവണ 100-ലധികം ദിവസം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കി പാർലമെന്റിന് പുറത്തു നിർത്തിയ മോദിക്കും കൂട്ടർക്കും ഇന്ന് പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ പോലുമാകാതെ ഒളിച്ചോടേണ്ടി വരികയാണ്. യുവജനത തെരുവിലിറങ്ങിയതോടെ വിലക്കിന് സമാനമായ രൂപത്തിൽ പാർലമെന്റിൽ കാലു കുത്താനാകാതെ പ്രധാനമന്ത്രിക്കും ചാണക്യൻ കൂടിയായ അമിത്ഷായ്ക്കും ഒളിച്ചു നടക്കേണ്ടി വരിക എന്നതിൽ പരം വലിയൊരു പരാജയം വേറെ എന്തുണ്ട്? അവിടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിലെ പരീക്ഷാ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി എവിടെ എന്ന് BJP വെല്ലുവിളിച്ചത്. സത്യത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമായിരുന്നു അത്. എന്നാൽ ഒറ്റയടിക്ക് 3 PSC അംഗങ്ങളെ രാജിവെപ്പിച്ച് പുറത്താക്കിക്കൊണ്ട് ജാർഖണ്ഡിൽ ആ സമരം വിജയത്തിലേക്ക് നയിച്ചത് എങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യ മുന്നണി തന്നെയാണ്. ഈ വലിയ രാഷ്ട്രീയ തിരിച്ചടികളിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും വീഴ്ചകളിൽ നിന്നും പൊതുജനശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രയാഗ്രാജിലെ ചത്രോൺ കി ഗുഞ്ച് പരിപാടി ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ രംഗത്തെത്തിയത്. കോൺഗ്രസ് സഖ്യം ഭരിക്കുന്ന ജാർഖണ്ഡിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നും വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് BJP വക്താക്കൾ രംഗത്ത് വന്നു. എന്നാൽ കേന്ദ്രത്തിൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവരെ സംരക്ഷിക്കാൻ BJP നെട്ടോട്ടമോടുമ്പോൾ ജനകീയ പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണമായും ചെവി കൊടുത്തുകൊണ്ട് ജാർഖണ്ഡിലെ PSC ക്രമക്കേടിൽ കർശന നടപടികളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയും ആരോപണ വിധേയരായ 3 PSC അംഗങ്ങളെയും ഒറ്റയടിക്ക് രാജിവെപ്പിച്ച് പുറത്താക്കുകയും ചെയ്തതോടെ ജാർഖണ്ഡിലെ സമരം വൻ വിജയത്തിലേക്ക് നീങ്ങി. കേന്ദ്രത്തിൽ പരീക്ഷാ തട്ടിപ്പുകളും ക്രമക്കേടുകളും അന്വേഷണം പോലും നടത്താതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഇരട്ടത്താപ്പിനുള്ള കനത്ത തിരിച്ചടിയാണ് ജാർഖണ്ഡിൽ കണ്ടത്. രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും ലക്ഷ്യമിട്ട് BJP നടത്തിയ വഴി തിരിച്ചുവിടൽ തന്ത്രങ്ങളെല്ലാം തകർന്നടിയുകയും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്.